ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ സുനിൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുനിൽ ടോക്സ്. ഇനി ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആദ്യമായിട്ട് നോക്കുന്നത് എഡ്യൂക്കേഷനെ കുറിച്ചാണ്. ഫിജിക്കാർട്ടിൽ അസോസിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഇവിടെ ഒരു വിദ്യാഭ്യാസപരമായ ഒരു ക്വാളിഫിക്കേഷനും ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു ജോലിയല്ല, ഇതൊരു ബിസിനസ് അവസരമായതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത ഇവിടെ ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് 18 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. 18 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും ഡാക് സെല്ലിംഗ് കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്മാർട്ട് ഫോണും അതിൽ ഒരു ഇന്റർനെറ്റ് കണക്ഷനും ആവശ്യമാണ്. കാരണം നെറ്റ്വർക്കിംഗ് മേഖലയെ കുറിച്ചുള്ള അറിവുകൾ നമുക്കിപ്പോൾ കിട്ടുന്നത് നമ്മുടെ ടീമിൽ നിന്നും സൂം മീറ്റിംഗ് വഴിയാണ് കിട്ടുക. അതിനാൽ തന്നെ ഡാക് സെല്ലിംഗ് മേഖലയെ കുറിച്ച്, മൾട്ടി ലെവൽ മാർക്കറ്റിനെ കുറിച്ച്, നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മൾ സൂം മീറ്റിംഗ് ഉപയോഗപ്പെടുത്തി അത് നമുക്ക് ഫോണിൽ കൂടി മറ്റ് യൂട്യൂബ് വീഡിയോയിൽ കൂടിയാണ് കിട്ടുന്നത്. ഗവൺമെന്റ് തലത്തിൽ ഇതിന് കൂടുതലായിട്ടുള്ള അറിവുകൾ പകർന്നു നൽകുന്നില്ല എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്ന ക്രൈറ്റീരിയ, ആദ്യത്തെ ക്രൈറ്റീരിയയാണ് സെയിൽസ് വോളിയത്തിൽ പർച്ചേസ് ചെയ്യണം എന്നുള്ളത്. എന്താണ് സെയിൽസ് വോളിയം? കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് കമ്പനി സ്വീകരിച്ചിട്ടുള്ള ഒരു മാർഗരീതിയാണ് സെയിൽസ് വോളിയം എന്ന് പറയുന്നത്. ഈ ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ 3 രീതിയിൽ നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. ആദ്യത്തേതാണ് 100 സെയിൽസ് വോളിയം പർച്ചേസ് ചെയ്തുകൊണ്ട്. അതായത് നിങ്ങൾ ഫിജിക്കാർട്ട് എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് പ്രൊഡക്ട്സുകളുടെ പേര് കാണാം. അതിന്റെ താഴെ ബിസിനസ് ബക്സ് എന്ന പേരിൽ ആദ്യത്തെ പേര്, പിന്നെ ബിസിനസ് വോളിയം, അതിനുശേഷം സെയിൽസ് വോളിയം SV എന്ന് കാണാം. ഈ SV അടിസ്ഥാനമാക്കിയാണ് എത്ര സെയിൽസിന് പർച്ചേസ് ചെയ്യണം, അതിന്റെ വില എങ്ങനെയാണ് വരുന്നത് മനസ്സിലാക്കാൻ സാധിക്കുക. 100 സെയിൽസ് വോളിയത്തിന് പർച്ചേസ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ കമ്പനി പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമുള്ളതാണ് 50 സെയിൽസ് വോളിയത്തിന് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതിനുശേഷമുള്ളതാണ് 25 സെയിൽസ് വോളിയത്തിനും നമുക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് ആരംഭിക്കാം. ഇതിൽ 50 സെയിൽസ് വോളിയത്തിനാണ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്പനിയുടെ 11ാമത്തെ റാങ്ക് ആയ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന റാങ്ക് വരെയെ കമ്പനിയുടെ മന്ത്ലി പെർഫോമൻസ് ബോണസ് ലഭിക്കുകയുള്ളൂ. 25 സെയിൽസ് വോളിയത്തിനാണ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുടെ ജനറേഷൻ ബോണസ്, ഫ്രീ ഇൻഷുറൻസ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് എന്നിവ ലഭിക്കുന്നതല്ല. കൂടാതെ കമ്പനിയുടെ 10ാമത്തെ റാങ്ക് ആയ സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന റാങ്ക് വരെ മാത്രമാണ് കമ്പനിയുടെ മന്ത്ലി പെർഫോമൻസ് ബോണസ് ലഭിക്കുകയുള്ളൂ. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. 50 സെയിൽസ് വോളിയത്തിനാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കമ്പനിയുടെ 3ാമത്തെ റാങ്ക് എത്തുമ്പോൾ വീണ്ടും ഒരു 50 സെയിൽസ് വോളിയം കൂടി പർച്ചേസ് ചെയ്ത് 100 സെയിൽസ് വോളിയം എന്ന ക്രൈറ്റീരിയ പൂർത്തീകരിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് മന്ത്ലി പെർഫോമൻസ് ബോണസ് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 25 സെയിൽസ് വോളിയത്തിനാണ് പർച്ചേസ് ചെയ്ത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വീണ്ടും ഒരു 75 സെയിൽസ് വോളിയം കൂടി പർച്ചേസ് ചെയ്ത് 100 സെയിൽസ് വോളിയം എന്ന ക്രൈറ്റീരിയ പൂർത്തിയാക്കിയാൽ മാത്രമാണ് മന്ത്ലി പെർഫോമൻസ് ബോണസ് കിട്ടുകയുള്ളൂ. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഏത് ക്രൈറ്റീരിയക്ക് പർച്ചേസ് ചെയ്താലും 100 സെയിൽസ് വോളിയത്തിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിലും 50 സെയിൽസ് വോളിയത്തിനാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിലും 25 സെയിൽസ് വോളിയത്തിനാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തിക്ക് യാതൊരു മാറ്റവുമില്ല. നിങ്ങൾ കമ്പനിയെ പ്രൊമോട്ട് ചെയ്താൽ മാത്രമാണ്, കച്ചവടം കമ്പനിക്ക് നടത്തി കൊടുത്താൽ മാത്രമാണ് നമുക്ക് 20 കിട്ടുക. അങ്ങനെ എത്ര സെയിൽസ് വോളിയം നിങ്ങൾക്ക് ചെയ്യുന്നതനുസരിച്ചാണ് നിങ്ങൾ കമ്പനിയുടെ 3ാമത്തെ റാങ്കിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട പ്രവർത്തിക്ക് യാതൊരു കുറവും വരുന്നില്ല. നിങ്ങൾ 25 സെയിൽസ് വോളിയത്തിന് പർച്ചേസ് ചെയ്താലും 50 സെയിൽസ് വോളിയത്തിന് പർച്ചേസ് ചെയ്താലും 100 സെയിൽസ് വോളിയത്തിന് പർച്ചേസ് ചെയ്താലും ചെയ്യേണ്ട പ്രവർത്തിക്ക് യാതൊരു വ്യത്യാസം വരുന്നില്ല. നിങ്ങളുടെ വരുമാനം മാത്രമാണ് നഷ്ടമാവുക. അതായത് ഈ കമ്പനിക്ക് നോമിനി ഫെസിലിറ്റി കൂടിയുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു പാർട്ണർ സ്റ്റോർ ഓപ്പൺ ചെയ്ത് പ്രവർത്തിച്ച് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മരിച്ചുപോയി കഴിഞ്ഞാലും നിങ്ങളുടെ നോമിനിയുടെ അക്കൗണ്ടിലേക്ക്, നിങ്ങളുടെ ആരാണ് നോമിനിയായിട്ട് കൊടുത്തിരിക്കുന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ പാർട്ണർ സ്റ്റോറിൽ നിങ്ങളുടെ ഐഡിയിൽ ക്രിയേറ്റ് ആകുന്ന മുഴുവൻ വരുമാനവും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു എന്നതാണ് ഫിജിക്കാർട്ടിന്റെ പ്രത്യേകത. നിങ്ങൾ വെറുതെ എന്തോ രസത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല ഡാക് സെല്ലിംഗ് എന്നുള്ളത് ആദ്യമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 50 സെയിൽസ് വോളിയത്തിലും 25 സെയിൽസ് വോളിയത്തിലും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം 100 SV
മൂന്നാമത്തെ റാങ്ക് ആയ സെയിൽസ് മാനേജർ പോസ്റ്റിൽ എത്തുമ്പോൾ 100 സെയിൽസുകളിലേക്ക് നിങ്ങളുടെ പാർട്ട്ണർ സ്റ്റോർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളെ സ്പോൺസർ ചെയ്ത വ്യക്തിക്ക് കിട്ടുന്നതിനുള്ള കമ്മീഷൻ മുഴുവൻ കിട്ടുകയും നിങ്ങൾ 10ാമത്തെയും 11ാമത്തെ റാങ്കിൽ എത്തുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് ബോണസ് കട്ടാവുകയും ചെയ്യുമ്പോൾ നഷ്ടം ഉണ്ടാവുക നിങ്ങൾക്ക് മാത്രമാണെന്ന് കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളൊരു 100 സെയിൽസുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് എനിക്ക് വ്യക്തമായിട്ടും ക്ലാരിറ്റിയോടും കൂടി നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിലേക്ക് ഷെയർ ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.